നിലമ്പൂർ BJPയെ സംബന്ധിച്ച് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ പരിശോധിക്കുമ്പോൾ അത്ര ഭദ്രമായ പ്രകടനം നടത്തിയ സ്ഥലമല്ല. പക്ഷെ നിങ്ങളിപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആത്മവിശ്വാസമുണ്ടല്ലോ. രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ പുതിയ BJPയുടെ നേതൃത്വം വരുന്നു, ദേശീയതലത്തിൽ തുടർച്ചയായി മോദി സർക്കാർ വരുന്നു, കേരളത്തിലും അതിനനുസരിച്ച അലയൊലി ഉണ്ടാകുന്നു, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം പലയിടത്തും നല്ല നിലയിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു, തൃശ്ശൂരിൽ MP ഉണ്ടാകുന്നു. പിന്നെ എന്തുകൊണ്ട് നിലമ്പൂരിൽ ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾ 2-3 വട്ടം ചിന്തിക്കുന്നു? നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഞങ്ങൾ പലതവണ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തുറന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം നിലമ്പൂരിൽ അനാവശ്യമായി അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല. 2016 വരെ കോൺഗ്രസ്സുകാരനായിരുന്ന PV അൻവർ 16 മുതൽ 9 വർഷക്കാലം CPMലേക്ക് വന്നു, CPMനെ ഒഴിവാക്കി തിരിച്ചുപോയി. ഇതാണ് ഇതിൻ്റെ ഒരു സാഹചര്യം. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി മത്സരിക്കണമോ വേണ്ടയോ എന്ന 2 ചിന്ത ഞങ്ങൾക്കുണ്ടായിരുന്നു. അത് ഞങ്ങൾ തുറന്നു പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അന്തിമമായിട്ടുള്ള തീരുമാനം ഞങ്ങൾ എടുത്തിട്ടില്ല. പക്ഷേ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം ഇവിടെ നിലവിലുണ്ട്. നിങ്ങൾ നേരത്തെ കുറവുണ്ടോ ശ്രീ PK അശോകുമാർ? നിങ്ങൾക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണെങ്കിൽ അതൊരു മൈനോറിറ്റി മണ്ഡലമാണ്, അവിടുത്തെ പല ഘടകങ്ങളുണ്ട്, അതേക്കുറിച്ചൊക്കെ ഞങ്ങൾ ആലോചിക്കുകയാണ്. സാധാരണ നിലയിൽ ഞങ്ങളാണ് ഇവിടുത്തെ യഥാർത്ഥ പ്രതിപക്ഷം എന്ന് ഇപ്പോൾ കുമ്മനം രാജശേഖരൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഘട്ടത്തിൽ ഉൾപ്പെടെ അവകാശപ്പെടാറുണ്ട്. K. സുരേന്ദ്രൻ അവകാശപ്പെട്ടിട്ടുണ്ട്, ഞങ്ങളാണ് ഇവിടുത്തെ യഥാർത്ഥ പ്രതിപക്ഷം, കേരളത്തിലെ കോൺഗ്രസ് ഒന്നും ചെയ്യുന്നില്ല, UDF ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ അവകാശപ്പെടുന്ന ഒരു പ്രതിപക്ഷം ഒരു സുപ്രധാനമായ തെരഞ്ഞെടുപ്പ്, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന തൊട്ടു മുമ്പ് നടക്കുന്ന ഒരു ലിറ്റ്മസ് ടെസ്റ്റ് എന്നൊക്കെ പറയാൻ കഴിയുന്ന നിലമ്പൂരിലെ ബൈ ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ ഇങ്ങനെ 2 വട്ടം ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അതാണ് ഞാൻ നിലമ്പൂർ പോലെയുള്ള ഒരു മണ്ഡലത്തിൽ ഞങ്ങൾ അനുഭവിച്ചിരുന്ന പ്രയാസം. കാലങ്ങളായിട്ട് ഇടതു വലതു മുന്നണികളെ ഞങ്ങൾ ന്യൂനപക്ഷ വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ആളുകളാണെന്ന് നിരന്തരം പറഞ്ഞ് പ്രചരിപ്പിക്കുകയും അത് ഞങ്ങളെ ഒരു പരിധിവരെ ബാധിക്കുകയും ചെയ്തു. ഇന്ന് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം മാറിയിരിക്കുന്നു. കേരളത്തിലെ പ്രധാനപ്പെട്ട ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് മുൻകാലത്ത് BJPയോടുണ്ടായിരുന്ന സമീപനത്തിൽ വലിയ മാറ്റമുണ്ടായി. മുനമ്പ് ഉയർത്തിയ പ്രശ്നം, മുനമ്പത്തെ ജനങ്ങളോട് ഇവിടുത്തെ ഇടതു വലതു മുന്നണികൾ സ്വീകരിച്ച നിലപാടുകൾ, ഈ നിലപാടുകൾ നിലമ്പൂരിലെ മലയോരത്തെ കർഷകർ, കുടിയേറ്റ കർഷകർ, അവരുടെ ഇടയിൽ വ്യാപകമായിട്ടുള്ള അലയൊലികൾ ഉണ്ടായിട്ടുണ്ട്. BJPയിലേക്ക് വളരെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഹമാസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഹമാസ് ഇസ്രായേലിൽ കയറി ആക്രമിച്ച് ആയിരങ്ങളെ കൊന്നുകളഞ്ഞാൽ അത് ന്യായീകരിക്കാൻ പറ്റുന്നതാണ്. അതേസമയത്ത് സിന്ദൂർ ഓപ്പറേഷൻ നടന്ന് രാജ്യം അഭിമാനത്തിൻ്റെ അത്യുന്നതിൽ നിൽക്കുമ്പോൾ ഒവൈസിയും ഒമർ അബ്ദുള്ളയും കാണിച്ച ആനുകൂല്യം പോലും കോൺഗ്രസിന് ഈ രാജ്യത്തൂർ കാണിക്കാൻ പറ്റിയില്ല. ശശി തരൂരിന് നിലപാടെടുക്കുമ്പോൾ ശശി തരൂരിനെ തള്ളിപ്പറഞ്ഞ് PV അൻവർ എന്ന മുൻ കോൺഗ്രസ്സുകാരനൊപ്പം പിന്നാലെ പോകുന്ന ഒരു കോൺഗ്രസ് ജനപക്ഷത്തിൽ പ്രതിക്കൂട്ടുകയാണ്. സിന്ദൂർ ഓപ്പറേഷന് ശേഷം ശശി തരൂരുമായി നാളെ ലോകത്തിൻ്റെ മുന്നിൽ സിന്ദൂർ ഓപ്പറേഷൻ്റെ ബ്രാൻഡ് അംബാസിഡറായിട്ടുള്ള ശശി തരൂർ നിലമ്പൂർ വരുമ്പോൾ എന്താ അദ്ദേഹം പറയാൻ പോകുന്നത്? സിന്ദൂർ ഓപ്പറേഷൻ, അമേരിക്കയിലും എല്ലാ സ്ഥലത്തും പോയി സിന്ദൂർ ഓപ്പറേഷനെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞ അദ്ദേഹം നിലമ്പൂരിൽ വന്ന് സിന്ദൂർ ഓപ്പറേഷനെ കുറിച്ച് പുകഴ്ത്തി പറയുന്ന സാഹചര്യമുണ്ട്. ഇതൊരു രാഷ്ട്രീയ മാറ്റമാണ്. രാജ്യത്ത് ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഈ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ട്. 10-12 സംസ്ഥാനങ്ങളിൽ ഇതേ സമയത്ത് നിയമസഭയിലേക്ക് നടക്കുന്നുണ്ട്. അവിടുത്തെ ഒക്കെ തെരഞ്ഞെടുപ്പ് വിഷയമെന്നുള്ളത് പാകിസ്ഥാന് മേലെ നേടിയിട്ടുള്ള ഉന്നതമായ വിജയവും സിന്ദൂർ ഓപ്പറേഷനുമാണ്. അതിനെ നിലമ്പൂരത്തെ ജനങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കാൻ വേണ്ടി പ്രാദേശികമായ പ്രശ്നങ്ങൾ കറങ്ങിത്തിരികയാണ്. ഇനി പ്രാദേശിക പ്രശ്നം എടുത്തോട്ടെ. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പ്രാദേശിക പ്രശ്നം എന്താണ്? 67-ാം പ്രതി കരിവന്നൂർ കേസിൽ AC മൊയ്തീൻ, 68-ാം പ്രതി CPM, 69-ാമത്തെ പ്രതി MM വർഗീസ്, 70-ാമത്തെ പ്രതി രാധാകൃഷ്ണൻ. 180 കോടി രൂപയാണ് കവർന്നെടുത്തത്. 128 കോടി രൂപ ED തിരിച്ചു പിടിച്ച് ജനങ്ങൾക്ക് നൽകി. ഈ സാഹചര്യമുണ്ട്. കരിവന്നൂരാണ് ചർച്ച ചെയ്യുന്നത്, കരിമണൽ കർത്തയുടെ മാസപ്പടിയാണ് ചർച്ച ചെയ്യുന്നത്. ഇതെന്ത് ചർച്ച ചെയ്താലും BJPക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഞങ്ങളുടെ ഭയം എന്താണെന്നറിയോ? ഇനി ഇരവാദം ഉന്നയിച്ച് വേട്ടയാടലെന്ന് പറഞ്ഞ് ജനകീയ പ്രതിരോധമെന്ന് പറഞ്ഞ് AC മൊയ്തീനെ ഇടതുപക്ഷം നിലമ്പൂരിൽ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കുമോ എന്ന ബേജാറാണ് ഞങ്ങൾക്കുള്ളത്. ചിലപ്പോൾ ചിഹ്നം എന്നാണ് നമ്മുടെ പരിപാടിയുടെ പേര്. നിങ്ങളുടെ ചിഹ്നം താമരയാണ്. ആ താമരയിൽ വോട്ട് ചെയ്യണമെങ്കിൽ മിനിമം ഒരു സ്ഥാനാർത്ഥി വേണം എന്നത് വളരെ പ്രധാനമാണ്. ഇനി അത് BDJസിന്റെ സ്ഥാനാർത്ഥിയാണെങ്കിലും മുന്നണിയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെങ്കിലും ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും. ആ ഉറപ്പ് നിലമ്പൂർ വോട്ടർമാർക്ക് ഇപ്പോൾ കൊടുക്കണം. നിലമ്പൂരിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. സിറ്റിംഗ് MLA ഉള്ള പാർട്ടി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പോരെ, ഞങ്ങൾ പ്രഖ്യാപിക്കും, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ശരി, BDJS ആണ് നേരത്തെ ഇവിടെ നിലമ്പൂരിലെ വോട്ടെടുപ്പിൽ
ഭേദപ്പെട്ട പ്രകടനം 2016 തിരഞ്ഞെടുപ്പിൽ ഭേദപ്പെട്ട പ്രകടനം BDJS മത്സരിച്ചപ്പോഴാണ് NDA അക്കൗണ്ടിൽ ഉണ്ടായത്. അന്ന് ശ്രീ മഞ്ചേരി ഭാസ്കര പിള്ളയായിരുന്നു ഇവിടുത്തെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ എല്ലാം കോർഡിനേറ്റ് ചെയ്ത്. അദ്ദേഹം ഇവിടുത്തെ ഒരു വലിയൊരു കാര്യദർശിയാണ്. ഈ സദസ് അദ്ദേഹത്തെ ഒന്ന് സ്മരിക്കണം എന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം നിലമ്പൂരിന്റെ വികസനത്തിൽ നിലമ്പൂരിലെ വികസനത്തിൽ, നിലമ്പൂരിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വളർച്ചയിൽ വിവേകാനന്ദ എന്ന വലിയ വിദ്യാഭ്യാസ സമുച്ചയം, അത് ഒരുപക്ഷെ കേരളത്തിലെ എല്ലാ പ്രേക്ഷകർക്കും അറിയണമെന്നുമില്ല. കേരളത്തിൽ തന്നെ ഏറ്റവും തലയെടുപ്പുള്ള, ഏറ്റവും അധികം ഹയർ സെക്കൻഡറി ബാച്ചുകളുള്ള ഏറ്റവും വലിയ വിദ്യാഭ്യാസ സമുച്ചയങ്ങളിൽ, സ്ഥാപനങ്ങളിൽ ഒന്നാണ്. അതൊരു ചെറിയ പള്ളിക്കൂടത്തിൽ നിന്ന് തുടങ്ങി അതിനെ വിപുലീകരിച്ചതാണ്. അതിപ്പോൾ പറയാൻ കാരണം അത് BDJSുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമായി ബന്ധത്തിലല്ല പറഞ്ഞത്. അദ്ദേഹം ഈ അടുത്താണ് അന്തരിച്ചത്. അദ്ദേഹത്തിന്റെ മരണം കഴിഞ്ഞൊരു 5-6 ഒരു ആഴ്ച പിന്നിടുന്ന സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അദ്ദേഹം എടുത്തൊരു പ്രധാനിയായിരുന്നു. ഒരുപക്ഷെ ഈ ചർച്ചയിൽ നമ്മുടെ അതിഥിയായി വരേണ്ടിയിരുന്ന ആളാണ്. നിലമ്പൂരിന് അങ്ങനെ വികസനത്തിന്റെ വലിയ ചരിത്രമുണ്ട്. അത് ആർക്കും ഒരാൾക്കും സ്വന്തമായ ചരിത്രമല്ല. ഇതൊരു കുടിയേറ്റത്തിന്റെ വലിയ സംസ്കാരമുണ്ട്. ഇത്രയധികം വനമേഖലയുള്ള 70% വനമേഖലയുള്ള സ്ഥലമാണ്. നമ്മുടെ ലോകത്ത് തന്നെ ഏറ്റവും അപൂർവമായ വലിയ ചരിത്രമുള്ള മനുഷ്യർ, ആദിമ സമൂഹം ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. കരുളായി വനമുണ്ട്. അങ്ങനെ വനമേഖല ഉൾപ്പെടെ പലവിധ രാഷ്ട്രീയ ചരിത്രം, ആ ചരിത്രത്തിലേക്ക് പോയാൽ ദീർഘനേരം നമുക്ക് സംസാരിക്കാൻ കഴിയുന്ന ഒരു പ്രദേശമാണ്. അത്ര പ്രധാനപ്പെട്ട ഒരു പ്രദേശത്താണ് ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇവിടുത്തെ വികസന വിഷയങ്ങൾ അത് വളരെ പ്രധാനമാണ്.